എൻ്റെ ഈ വരണ്ട് ഉണങ്ങിയിരിക്കുന്ന ഈ സ്കിന്നിലേക്ക് നമുക്ക് എങ്ങനെയാണ് ഈ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. നോർമൽ മോയ്സ്ചറൈസർ ഒന്നും പറ്റില്ല കേട്ടോ, അത് ഞാൻ പിന്നെ പറയും. ആദ്യം തന്നെ നമുക്കിത് ഈ പാക്കറ്റ് ഒന്ന് പൊട്ടിച്ചെടുക്കാം. എന്താ മെക്കഫേൻ്റെ നേക്കഡ് ആൻഡ് റിച്ച് കൊക്കോവ ബോഡി ബട്ടറാണ്. ഞാൻ ഇതിക്ക് മുമ്പ് യൂസ് ചെയ്തിരുന്നത് ക്രീം വേറെ ആട്ടോ, അത് കിട്ടാണ്ടായപ്പോൾ ഞാൻ ഇത് വാങ്ങിച്ചതാണ്. അത് ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റ് കാണിക്കാം. വീഡിയോ എടുക്കുന്ന ടൈമിൽ സിസേഴ്സ് എടുത്ത് വയ്ക്കാൻ മറന്നുപോയി. അതാണ് ഇച്ചിരി കഷ്ടപ്പെട്ടു. കൈ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് ഭയങ്കര പാടാണ് ഇതൊക്കെ ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഡ്രൈ ആയിട്ടുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരണ്ടേ, അതുകൊണ്ട് ഞാൻ നനച്ചിട്ടുമില്ല. കൈയൊന്ന് നനച്ചു കൊടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ഫ്രീ ആയിട്ടത് എടുക്കാൻ പറ്റും. നിങ്ങൾക്ക് കാണിച്ചു തരണ്ടേ. അതെ ഇതിൻ്റെ ഉള്ളിൽ വീണ്ടും അടുത്ത കവറുണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ. അപ്പോൾ നമുക്ക് പൊട്ടിച്ചെടുക്കാം കേട്ടോ. നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുമ്പോഴേ നിങ്ങൾക്ക് പരിചയമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ഈ സ്കിൻ കണ്ടില്ലേ, ഈ ടൈപ്പ് സ്കിൻ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊന്ന് അയച്ചു കൊടുക്കണേ. അവരുടെ അഭിപ്രായം കൂടെ അറിയാമല്ലോ, എന്തൊക്കെ നമ്മൾക്ക് യൂസ് ചെയ്യാൻ പറ്റും, എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും എന്നൊക്കെ. ഇതിപ്പോൾ ഞാൻ എങ്ങനെയാണോ യൂസ് ചെയ്യുന്നത് അത് ഇതിൽ കാണിച്ചു തരുന്ന കേട്ടോ. ഇതിൽ 72 hours മോയ്സ്ചറൈസേഷൻ പറയുന്നുണ്ട്, ഹൈഡ്രേഷൻ. പക്ഷേ എനിക്ക് നിൽക്കില്ല, കാരണം എൻ്റെ സ്കിന്ന് കണ്ടില്ലേ, അത് നടപടിയാവില്ല എൻ്റെ കാര്യത്തിൽ. ഒരു സാധാരണ ഡ്രൈ സ്കിന്നൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ നോർമൽ സ്കിന്നുകാർക്കൊക്കെ പറ്റുമായിരിക്കും. പിന്നെ നമുക്കത് ഇതൊന്ന് ഉപയോഗിച്ച് നോക്കാം. ഞാൻ ആദ്യം തന്നെ നമ്മളുടെ കൈ ഒന്ന് നനച്ച് കുതിർത്തെടുക്കണം. വീഡിയോ എടുക്കുന്ന ടൈമിൽ കുതിർത്തെടുക്കാനൊന്നും ടൈം ഉണ്ടാവില്ല. ഞാൻ കുറച്ചധികം നേരം ഒന്ന് കഴുകിയിട്ട് വരാം. കഴുകിയിട്ടെടുക്കുമ്പോൾ കൈക്കൊരു മയം കിട്ടും. നമ്മൾ ഡയറക്റ്റായിട്ട് ഇതുപോലെ ഉണങ്ങിയിരിക്കുന്ന കൈയിലേക്ക് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്താൽ ഒരിക്കലും അത് അബ്സോർബ് ആവില്ല. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒന്ന് നനച്ച് കുതിർത്തെടുക്കണം സ്കിന്ന്. ഞാൻ കഴുകി കൊണ്ട് വന്നു. ഇനി അത് തുടച്ചെടുക്കണം, ഡയറക്റ്റ് വെള്ളത്തിലേക്ക് പറ്റില്ലല്ലോ. അപ്പോൾ അത് ഞാനത് തുടച്ചെടുത്തു. എനിക്കാണെങ്കിൽ ഇത് തുറന്നപ്പോൾ തന്നെ എന്താ പറയുക, വേഗം അപ്ലൈ ചെയ്യാൻ തോന്നി. കാരണം ഇതിന് നല്ല സ്മെല്ലാട്ടോ. നല്ല സ്മെല്ലെന്ന് പറഞ്ഞാൽ അടിപൊളി സ്മെല്ലാണ്. ചോക്ലേറ്റിൻ്റെ ഒക്കെ ഒരു സ്മെല്ലില്ലേ. നമുക്ക് ഈ ഫ്രാഗ്രൻസും പെർഫ്യൂംസൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്താണല്ലോ ഇഷ്ടം ഇതിൻ്റെ ഈ സ്മെല്ലിൻ്റെ കഥ പറഞ്ഞ സമയം പോയി. ഞാനിത് അപ്ലൈ ചെയ്തത് കണ്ടില്ലേ, കുഴപ്പമില്ല കേട്ടോ. അത്യാവശ്യം നല്ല ഹൈഡ്രേഷൻ തരുന്നുണ്ട്. പിന്നെ ഞാൻ യൂസ് ചെയ്യണമെങ്കിൽ എനിക്കത് 2-3 പ്രാവശ്യമെങ്കിലും അപ്ലൈ ചെയ്യണം, എന്നാലാണ് എൻ്റെ സ്കിന്നിനൊരു ഇത് കിട്ടുള്ളൂ, ഒരു എന്താ പറയുക, ഒരു മയം കിട്ടുള്ളൂ. കാരണം നിങ്ങൾ കണ്ടില്ലേ സ്കിന്നിൻ്റെ അവസ്ഥ. അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് ഒരുവിധം 2-3 കോട്ടൊക്കെ അപ്ലൈ ചെയ്യേണ്ടി വരും. പിന്നെ ഈ ബോഡി ബട്ടർ നിങ്ങൾ ആരെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉപയോഗിച്ചതിന് ശേഷമുള്ള എന്താ പറയുക, എത്രത്തോളം ഇത് ഉപകാരപ്പെട്ടു എന്നുള്ളൊരു അഭിപ്രായം ഉണ്ടല്ലോ, അത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഇതിന് എന്താ പറയുക, ഹൈഡ്രേഷൻ മാത്രമല്ല, നമുക്കിപ്പോൾ സ്ട്രെച്ച് മാർക്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഫീഡ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുമെന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ പാക്കറ്റിൽ എഴുതിയിട്ടുണ്ട്, ഞാനത് പറയാൻ പറ്റും. അതെന്താണല്ലോ ആ പാക്കറ്റിൽ എഴുതിയിട്ടുണ്ട്. നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ പാക്കറ്റ് ഒന്ന് നോക്കുമല്ലോ, അപ്പോൾ കണ്ടിട്ടുണ്ടാവും. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ നേരത്തെ ഒരു ക്രീമിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞ് ഇതാട്ടോ സംഭവം, ക്രീം 21. ഇത് അൾട്രാ ഡ്രൈ സ്കിന്നിന് വേണ്ടിയിട്ടാണ്. അതിൽ എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നൊന്നും അറിയില്ല കേട്ടോ. ഇതിൽ എഴുതിയിട്ടുണ്ട് അൾട്രാ ഡ്രൈ സ്കിൻ എന്നുള്ള ഒരു ഇത്. പിന്നെ ഇതൊക്കെ നമ്മൾ പണ്ട് ഗൾഫിൽ നിന്നൊക്കെ വരുമ്പോൾ ആദ്യമൊക്കെ കൊണ്ടുവന്നുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ ഇതൊന്നും ഇല്ല. ഇപ്പോൾ എല്ലാം പുതിയ ബ്രാൻഡ്സ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഈ ക്രീമൊന്നും അങ്ങനെ കാണുന്നില്ല. ഇത് ഞാൻ ഓൺലൈനിൽ വാങ്ങിയതാട്ടോ. അപ്പം എല്ലാവരും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.